സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ബൂത്ത് ലെവൽ റിപ്പോർട്ടുകളിൽ നിന്ന് വിജയിക്കുമെന്നാണ് കരുതുന്നത് എന്നും സർക്കാരിനെതിരായ വികാരം കോൺഗ്രസിന് അനുകൂലമായി എന്നും രമ്യ ഹരിദാസ്. UDF വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കാനായി എന്നാണ് വിശ്വാസമെന്നും നാളെ മുതൽ പാലക്കാട് പ്രചാരണത്തിന് എത്തുമെന്നും രമ്യ ഹരിദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. UDFനെ സംബന്ധിച്ച് ഇതുവരെ വെച്ചിരിക്കുന്ന എല്ലാ സ്ട്രാറ്റജിയും പൂർത്തിയാക്കിയതാണ്. അപ്പം വൈകുന്നേരം ഒരു കണക്കുകൂടി കിട്ടുമ്പോൾ ലീഡർഷിപ്പ് നിങ്ങളോട് തന്നെ അത് പങ്കുവെക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം UDFനൊപ്പം മാറ്റത്തിന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ചിലപ്പം ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളിൽ ഉള്ളവർ മത്സരിക്കുന്നു. അപ്പോൾ അതിനകത്ത് വോട്ടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു പക്ഷേ ഇന്നത്തെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച്, കാരണം ഇന്നത്തെ സർക്കാരിനോടുള്ള ഏതെങ്കിലും സമീപനത്തിൽ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. മറ്റു രീതിയിലുള്ള എല്ലാ ജനങ്ങളുടെയും വിശ്വാസത്തിൽ കോൺഗ്രസ്സിനൊപ്പമാണ്. കോൺഗ്രസ് വന്നാൽ മാത്രമാണ്, കോൺഗ്രസ്സാണ് വരാൻ പോകുന്ന നാളുകളിൽ സംസ്ഥാന തലത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, കേരളത്തിനെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുന്ന ആളുകൾ, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുടെ എല്ലാം സാധാരണക്കാരുടെ എല്ലാവരുടെയും പിന്തുണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതെ, ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ടുള്ള, ഇപ്പോൾ അറിയാലോ, ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഫോൺ മുഖാന്തിരം ഉള്ള ഒരു അവലോകനമാണ് ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ളത്. അതിൽ UDF പ്രതീക്ഷിച്ച മേഖലകളിലും UDFൻ്റേതായിരിക്കുന്ന വോട്ടുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ ലീഡർഷിപ്പ് മറുപടി പറഞ്ഞത്. കണക്കുകളുടെ കാര്യങ്ങൾ എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്കാണ് കണക്കുകളുടെ കാര്യങ്ങൾ കിട്ടുക. കാരണം ഇവിടെ ഉണ്ടായിരുന്ന പലരുടെയും ചുമതലകൾ ഇപ്പം പാലക്കാട്ടേക്കും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും പാലക്കാട്ടിലേക്ക് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഷെഡ്യൂൾ, ഈ ഒരു കണക്കിൻ്റെ കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് നിങ്ങളോട് തന്നെ ലീഡേഴ്സ് അത് പറയുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പാലക്കാട്ടേക്ക് പോകണം. നാളെ മുതൽ പാലക്കാട്ടേക്കുള്ള ഷെഡ്യൂളാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ, ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ, അതേപോലെ തന്നെ പൊതു ഇടങ്ങളിൽ സമ്മതരായിരിക്കുന്ന ആളുകളെയൊക്കെ ഫോൺ മുഖാന്തിരം സംസാരിച്ചവരോട് ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഓട്ടോ അല്ലേ, നമുക്ക് എല്ലാവരോടും ഒരു സമാധാനപരമായിട്ട് ഇരുന്ന് വോട്ട് ചോദിക്കാനുള്ളതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത്തരം ആളുകളെയൊക്കെ ഒന്ന് കാണാനും, അതേപോലെ തന്നെ ഇവിടെ തന്നെ പ്രവർത്തിച്ച, ഈ ഒരു മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്, സീനിയർ ആയിരിക്കുന്ന ആളുകൾ. അപ്പം അത്തരം ആളുകളെ കാണുക എന്നുള്ളൊരു ഷെഡ്യൂളാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കുറച്ച് വോട്ടിന് ജയിക്കുമെന്നായിരുന്നു CPM വോട്ടെടുപ്പിന് മുൻപ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇത്രയും ഒരു വൻ ഭൂരിപക്ഷമൊക്കെ കണക്ക് കൂട്ടിയവർ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രവചനത്തെ അങ്ങനെ വിലകുറച്ച് കാണാൻ പറ്റുമോ അവരുടെ ഒരു കണക്കെടുപ്പിൽ? കാരണം റിസൾട്ടിന് മുൻപുള്ള ഒരു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാലോ, വോട്ടർ പട്ടിക വെച്ച് പാർട്ടിയും മുന്നണിയും ഒക്കെ പഠിച്ചതിന് ശേഷം ആ പട്ടികയിൽ നിന്ന് ആരുടെയൊക്കെ വോട്ടുകളാണ് അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ കഴിയാതെ പോയത് എന്ന് നമ്മൾ പരിശോധിച്ച് വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റേതായിരിക്കുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ലാത്തതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളും ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കുമാണ് എല്ലാ ബൂത്തിലും അവരുടെ യോഗങ്ങൾ ഇപ്പം ഉച്ചയ്ക്ക് ശേഷം കറക്റ്റ് കണക്കെടുക്കാൻ വേണ്ടി ഇരിക്കുന്ന യോഗങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. മണ്ഡലത്തിൻ്റെത് അത് കഴിയുമ്പോൾ തന്നെ മണ്ഡലത്തിൻ്റെ യോഗങ്ങളും വിളിച്ചു ചേർത്തിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കൊരു അതിൻ്റെ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പറയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അത് പറയാൻ ഇപ്പം നമ്മൾ ലീഡർഷിപ്പിനോട് ചോദിക്കുമ്പോഴും അതൊരു പൂർണ്ണമായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് എന്തെങ്കിലും പറയുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ കിട്ടിയാലല്ലേ നമുക്കത് പറയാൻ പറ്റും. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും എടുക്കും എന്നുള്ളത് തന്നെയാണ്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.